സുധാകരനെ പാർട്ടി തഴഞ്ഞോ? സുധാകരന് ഇപ്പോൾ തോൽവി ഭയമുണ്ടോ? KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടിയുള്ള കെ സുധാകരനും MM ഹസനും തമ്മിലുള്ള പിടിവലികളാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ പുതിയ വിഷയം. വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരികെ വരാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉള്ളത്. വോട്ടെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിന്റെ ചുമതലകൾ തിരികെ ലഭിച്ചേ തീരുവെന്ന് AICC നേതൃത്വത്തോട് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസന്റെ അധ്യക്ഷതയിൽ 4-ന് ചേരുന്ന തിരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിനായി എത്തുന്ന AICC ജനറൽ സെക്രട്ടറിമാരായ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി സംസാരിച്ച് തീരുമാനമെടുക്കും എന്നതാണ് നിലവിലെ സാഹചര്യം. നിലവിൽ KPCCയുടെ ചുമതല വഹിക്കുന്നത് MM ഹസനാണ്. പാർലമെന്റിന്റെ തിരഞ്ഞെടുപ്പ് അവസാനിക്കും വരെ പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കാനുള്ള കത്താണ് AICC ഹസന് നൽകിയിരുന്നത്. ഫലം പുറത്തു വരും വരെ എന്നാണ് AICC ഉദ്ദേശിക്കുന്നതെന്നാണ് ഈ വിഷയത്തിൽ MM ഹസന്റെ വാദം. എന്നാൽ അതേസമയം തന്നെ വോട്ടെടുപ്പ് കഴിയും വരെ എന്നാണ് കെ സുധാകരന്റെ പക്ഷം. ഏതാനും ദിവസം മുൻപ് KPCC ആസ്ഥാനത്തെത്തിയ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന ആശയവിനിമയത്തിൽ വോട്ടെണ്ണും വരെ ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായം ഉയർന്നിരുന്നു. എന്നാൽ ഇതിനോട് സുധാകരൻ യോജിച്ചില്ല. ഹസൻ തുടരട്ടെ എന്ന അഭിപ്രായത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉള്ളത്. സുധാകരനെ മാറ്റി നിർത്തിയതിനോട് പക്ഷേ പ്രവർത്തക സമിതി അംഗമായ രമേശ് ചെന്നിത്തല യോജിക്കുന്നില്ല. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചെത്തുമെന്നും സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് MM ഹസന് താൽക്കാലിക ചുമതല നൽകിയിരുന്നത് മെയ് 4-ന് നടക്കുന്ന KPCC നേതൃയോഗത്തിൽ വെച്ച് സുധാകരന് തിരികെ നൽകുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. പക്ഷേ നിലവിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. KPCC പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട കെ സുധാകരനെ പാർട്ടി തഴയുകയാണെങ്കിൽ തന്നെ അതിന് വ്യക്തമായ ചില കാരണങ്ങളുമുണ്ട്. കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചതു മുതൽക്കേ തന്നെ താൻ മത്സരിക്കാൻ ഇല്ല എന്നൊരു നിലപാടായിരുന്നു കെ സുധാകരൻ ആദ്യം സ്വീകരിച്ചത്. അദ്ദേഹം കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യങ്ങളെല്ലാം ആ സമയം ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ മത്സരിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. എന്നാൽ ആദ്യം മത്സരിക്കില്ല എന്ന് പറഞ്ഞ കെ സുധാകരൻ പിന്നീട് ആ നിലപാട് മാറ്റി പറയുകയായിരുന്നു. ശേഷം അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്നും എന്നാൽ അതേസമയം തന്നെ തനിക്ക് KPCC സ്ഥാനവും വേണമെന്ന ആവശ്യവുമായിരുന്നു കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെ കുറെ അധികം തവണ മത്സരിക്കാമെന്നും പിന്നീട് മത്സരിക്കില്ല എന്നും സുധാകരൻ നിലപാടുകൾ മാറ്റിക്കൊണ്ടേയിരുന്നു. സുധാകരനെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ള പ്രധാന കാരണമായി നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് കെ സുധാകരനോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് ഉണ്ടാവില്ല എന്നതായിരുന്നു. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂരിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കെ സുധാകരന് പകരം മറ്റൊരു നേതാവിനെ പ്രതിഷ്ഠിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. കാരണം അവിടുത്തെ രാഷ്ട്രീയം തികച്ചും വ്യത്യസ്തമാണ്. അവിടെ KC വേണുഗോപാലോ അല്ലെങ്കിൽ VD സതീശനോ മറ്റ് നേതാക്കളോ ഒന്നും തന്നെ മത്സരിച്ചിട്ട് കാര്യമില്ല എന്ന തോന്നലുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്താൻ ഒരു തീരുമാനമെടുത്തത്. സുധാകരൻ മാറിയാൽ കണ്ണൂരിൽ സുധാകരനോളം ഒരു ഓളമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു നേതാവില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തലപ്പൊക്കമുള്ള നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് സുധാകരനെ കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായി നിർണയിച്ചത്. 2014 തിരഞ്ഞെടുപ്പിൽ PK ശ്രീമതിയായിരുന്നു സുധാകരനെതിരായി മത്സരിച്ചത്. ആ തിരഞ്ഞെടുപ്പിൽ സുധാകരൻ പരാജയപ്പെടുകയായിരുന്നു. എന്നാൽ 2019 തിരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥിയാവുകയും മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MPമാരെ സ്ഥാനാർത്ഥികളാക്കുക എന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല കെ സുധാകരൻ സ്ഥാനാർത്ഥിയായത്. അതിന് മുൻപ് പറഞ്ഞ കാരണങ്ങളും ഒരു ഘടകം തന്നെയാണ്. എന്നാൽ സുധാകരനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയ സമയം മുതൽക്കേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് മണ്ടത്തരങ്ങൾ കാട്ടിക്കൂട്ടിയത് കെ സുധാകരന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയും UDFനെയും വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു VD സതീശനെതിരെയുള്ള അസഭ്യ പരാമർശം. മാധ്യമങ്ങളിലും സൈബർ ഇടങ്ങളിലും എല്ലാം തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് കെ സുധാകരന്റെ ആ പദപ്രയോഗം.
മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ സുധാകരൻ നാക്കിന് ലൈസൻസ് ഇല്ലാതെ പറഞ്ഞുകൂട്ടുന്ന മണ്ടത്തരങ്ങൾക്ക് പാർട്ടി മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് പോലും എത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹം BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് ലഭിച്ച മറുപടികൾ. BJP-യിലേക്ക് പോകുമോ എന്ന് ചോദിക്കുമ്പോൾ പോകും അല്ലെങ്കിൽ പോകില്ല എന്നൊരു നിലപാട് സ്വീകരിക്കേണ്ടതിന് പകരം സാഹചര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു രീതിയാണ് സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാറ്. അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു വിഷയമാണ് അദ്ദേഹത്തിന് ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകൾ. ഇങ്ങനെ ശാരീരിക പ്രശ്നങ്ങൾ എടുത്തു പറയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു പ്രധാന പദവി വഹിക്കാൻ സാധിക്കുക എന്നതൊരു ചോദ്യമാണ്. KPCC പ്രസിഡന്റ് എന്ന പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ട പല ചുമതലകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളത്. കെ സുധാകരന്റെ കാര്യത്തിൽ ആ മേഖലയിലെല്ലാം തന്നെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട്. അതിന് കാരണം ജനങ്ങൾക്കിടയിലെല്ലാം തന്നെ കോൺഗ്രസ് എന്ന പാർട്ടിയെ നാണം കെടുത്തുന്ന തരത്തിലായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് എന്നതാണ്. ഇങ്ങനെയുള്ള കെ സുധാകരന്റെ പ്രവൃത്തികളെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ അതൃപ്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളിൽ പലരും അദ്ദേഹത്തിന് എതിരെ നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി MM ഹസനും കെ സുധാകരനും പിടിവലി നടത്തുമ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് കെ സുധാകരന് താൻ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമോ എന്ന ഭയം ഉള്ളിലുണ്ടെന്നാണ്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ജയിച്ചു കയറാൻ ആകില്ല എന്ന് സുധാകരന് തന്നെ തോന്നിയിട്ടുണ്ടാകാം. തോൽവിയാണ് വിധിയെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനവും നഷ്ടപ്പെട്ടു, MP സ്ഥാനമൊട്ട് കിട്ടിയതുമില്ല എന്ന അവസ്ഥയായിരിക്കും സുധാകരന്. ഇത് ഒഴിവാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സുധാകരൻ നടത്തുന്നത്. എന്നാൽ അതേസമയം തന്നെ തന്റെ KPCC പ്രസിഡന്റ് സ്ഥാനം തിരിച്ചുപിടിക്കുക എന്നുള്ളത് സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം പലപ്പോഴും നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായതാണ് അദ്ദേഹം ആ ഒരു സ്ഥാനത്ത് തുടർന്നു പോകുന്നതിനോട് പലർക്കും താല്പര്യമില്ല എന്നുള്ളത്. VD സതീശനെതിരെയുള്ള അസഭ്യ പ്രയോഗവുമായി ബന്ധപ്പെട്ട പല നേതാക്കളും നേരിട്ട് രംഗത്തെത്തി സുധാകരനെ ശകാരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് തന്നെ സുധാകരൻ ഒരു ബാധ്യതയായി എന്ന തലത്തിലേക്കൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ നീങ്ങിയിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ KPCC പ്രസിഡന്റ് സ്ഥാനം തിരികെ കൊടുക്കാനും പാർട്ടിക്ക് മടിയുണ്ട് എന്നാണ് ബോധ്യപ്പെടുന്നത്. എന്തായാലും തന്റെ സ്ഥാനം തിരിച്ചു പിടിക്കും എന്ന കെ സുധാകരന്റെയും തനിക്ക് കിട്ടിയ സ്ഥാനം വിട്ടുകൊടുക്കില്ല എന്ന് MM ഹസന്റെയും നിലപാടിൽ പാർട്ടി ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.